ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഹാരിഫ് വിളകളുടെ മെമ്മറി കോഡാണ്. ഹാരിഫ്, റാബി, സെയ്ദ് വിളകൾ. അതിൽ ഹാരിഫ് വിളകൾ മഴക്കാല വിളവുകളാണ്. മഴക്കാലാരംഭമായ ജൂൺ ജൂലൈ മാസത്തോടു കൂടി വിളവിറക്കി സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലൂടെ വിളവെടുക്കുന്ന രീതിയാണ് ഹാരിഫ് വിളകൾക്കുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മഴക്കാല വിളവുകളാണ് ഈ പറയുന്ന ഹാരിഫ് വിളകൾ. കോഡ് എനിക്ക് പനിച്ച ചോറും ബജിയുമാണ് സോയസൻ തന്നത്. എനിക്ക് പനിച്ച ചോറും ബജിയുമാണ് സോയസൻ തന്നത്. എ എള്ള്, നേ നെല്ല്, ക കരിമ്പ്, പ പരുത്തി, നീ നിലക്കടല, ച ചണം, ചോ ചോളം, റ റാഗി, ബ ബജ്റ, ജി ജോവർ, സോയ സോയാബീൻ, സൺ സൂര്യകാന്തി സൺഫ്ലവർ. ഇതിൽ കോഡിലില്ലാത്തതിൽ മഞ്ഞൾ വരും. മഞ്ഞൾ ഹാരിഫ് വിളയിൽ വരുന്നതാണ്. തിനവർഗ്ഗങ്ങളെന്നറിയപ്പെടുന്നത് റാഗി, ബജ്റയും ജോവറുമാണ് തിനവർഗ്ഗങ്ങളെന്നറിയപ്പെടുന്നത്. തിനവർഗ്ഗങ്ങൾ എന്ന് ചോദിക്കാറുണ്ട്. റാഗി, ബജ്റ, ജോവറാണ് തിനവർഗ്ഗങ്ങളെന്നറിയപ്പെടുന്നത്. അങ്ങനെ നമ്മുടെ ജൂൺ ജൂലൈ മാസങ്ങളിൽ വിളവിറക്കി സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ വിളവെടുക്കുന്ന രീതിയാണ്. ഹാരിഫ് എന്ന അറബിക് പദത്തിനർത്ഥം ശരത്കാലം എന്നാണ്. തേപ്പ ഇടവ തെക്ക് പടിഞ്ഞാറൻ കാലാവസ്ഥയാണ്. ഇടവപ്പാതി മൺസൂൺ എന്ന് നമ്മളറിയുന്നത് തേപ്പ ഇടവ എന്ന് ഓർത്തിരിക്കണം. അതിൻ്റെ ആരംഭത്തോടെയാണ് ഹാരിഫ് തുടങ്ങുന്നത്. എള്ളിൻ്റെ ശാസ്ത്രീയ നാമം സെസാമം ഇൻഡിക്കം എന്നാണ്. നെല്ലിൻ്റെ ശാസ്ത്രീയനാമം ഒറൈസ സറ്റൈവ. നെല്ല് പുൽവർഗ്ഗത്തിൽപ്പെട്ടൊരു സസ്യമാണ്. പൊയേസിയാണ് ഫാമിലി. ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഉത്തർപ്രദേശാണ്. കരിമ്പിൻ്റെ ശാസ്ത്രീയ നാമം സക്കാരം ഒഫിസിനാരം എന്നാണ്. സക്കാരം ഒഫിസിനാരം. കേരളത്തിൽ കരിമ്പ് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കോട്ടൺ, പരുത്തി. ഇന്ത്യയിലെ ആദ്യത്തെ കോട്ടൺ മില്ല് 1854 ബോംബെയിൽ കൗസ്ജി നാനാഫൈ ദാവറാണ് സ്ഥാപിച്ചത്. പരുത്തി ഉൽപ്പാദനത്തിൽ ഒന്നാം സ്ഥാനത്ത് ഗുജറാത്തിനാണ്. ഇന്ത്യയുടെ പരുത്തി തുറമുഖം എന്നറിയപ്പെടുന്നത് മുംബൈയാണ്. ദേശീയ പരുത്തി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലെ നാഗ്പൂറാണ്. ദേശീയ നിലക്കടല ഗവേഷണ കേന്ദ്രം കപ്പലണ്ടി, ഗ്രൗണ്ട്നട്ട് ജുനഗഡിലാണ്. ജുനഗഡ് ഗുജറാത്തിലാണ്. സുവർണ്ണനാര് എന്നറിയപ്പെടുന്നത് ചണമാണ്, ജൂട്ട്. 1854 റിഷ്ട്രയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ചണമില്ല് സ്ഥാപിച്ചത്. അമേരിക്കയിൽ നിന്നും ഇന്ത്യയിലെത്തിയ ധാന്യമാണ് ചോളം. ഏറ്റവും കൂടുതൽ ചോളം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഉത്തർപ്രദേശാണ്. സൂര്യകാന്തിയുടെ ശാസ്ത്രീയനാമം ഹെലിയാന്തസ് അനൂനസ് എന്നാണ്. ഏറ്റവും കൂടുതൽ സോയാബീൻ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം അമേരിക്ക. ഇന്ത്യൻ സംസ്ഥാനം മധ്യപ്രദേശാണ്. ഏറ്റവും കൂടുതൽ മാംസ്യം, പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്ന ഒരു ധാന്യമാണ് സോയാബീൻ. പ്രോട്ടീനാണ് നമ്മുടെ ശരീരകലകളുടെ നിർമ്മിതിക്ക് സഹായിക്കുന്ന പോഷകഘടകം. അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോഷകഘടകമാണ് പ്രോട്ടീൻ, മാംസ്യം എന്നറിയപ്പെടുന്നത്. ഓക്കെ, താങ്ക് യു.